പവർ വരട്ടെ. ക്യാമ്പത്തി വാ. ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ ആർട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യനെല്ലി ടീ എസ്റ്റേറ്റിലേക്കാണ്, ടീ എസ്റ്റേറ്റ് വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ, അതിനെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്നാറിലെ സൂര്യനെല്ലി ടീ എസ്റ്റേറ്റ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. മുഴുവൻ ടീ എസ്റ്റേറ്റുകളാണ്, ചുറ്റുപാടും ടീ എസ്റ്റേറ്റുകളാണ്. അപ്പോൾ ഇതാണ് സൂര്യനെല്ലി ടീ എസ്റ്റേറ്റിലെ വ്യൂ. ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല, ഒരു വ്യൂ ആണ് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ്. ഇത് നമ്മൾ കണ്ടു, ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇതാണ് ചോളം. ഇതിന്റെ ഉള്ളിൽ മറ്റേ സാധനം ഉണ്ട്, ഒരു പീസ് എടുക്കാം. പൂജ ഇങ്ങനെ എടുത്ത് ഇത് മുക്കി. ടീ എസ്റ്റേറ്റ് വ്യൂ പോയിന്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ സൂര്യനെല്ലിയിലേക്ക് പോവാണ്. നമ്മൾ പോയി പറയേണ്ടി വരും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബോഡമെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇന്ന് രാത്രി നമ്മൾ അവിടെയാണ് സ്റ്റേ. അവിടെ നമുക്ക് ടെന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ബോഡിമെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പിന്നെ BL റാം നൈറ്റ്സ് എന്ന് പറയുന്ന ക്യാമ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാമ്പിലാണ് നമ്മളിന്ന് പിന്നെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ക്യാമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പിലും ടെൻറ്റിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അടിപൊളി ഓഫ് റോഡാണ്. പവർ വരട്ടെ. ബ്രോന്റെ പേരെന്താ? ജെയിംസാ. ഓഫ് റോഡ് പുലി. നമ്മളൊരു ഇടിവെട്ട് ഓഫ് റോഡൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരെ ലൈഫിൽ ഇത്രയും ഒരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്തായാലും സംഭവം പൊളിയായിരുന്നു. ഇതാണ് നമ്മൾ വന്ന റോഡ്. നമ്മളെ ക്യാമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇടിവെട്ട് ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏലത്തോട്ടം. ചങ്ങ ഒരു ഹെൽപ്പ് ചെയ്യോ? മീൻസ് നീ മുമ്പേ നമ്മൾ വരുന്നേ വീഡിയോയിലൊന്നും ഞാനുണ്ടാവില്ല എന്നർത്ഥം അല്ലേ? നമ്മുടെ ക്യാമ്പിലേക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. വാടേ എടാ എങ്ങോട്ടാണ് ഇത് പോണ്ടത്? എൻ്റെ പൊന്നെ, നിങ്ങളെ ഫ്രണ്ടിരുന്ന് നമ്മളെ പറയുന്നത് നീങ്ങി പോവാ. ക്യാമ്പിലേക്കുള്ള വഴി മുഴുവൻ ഏലത്തോട്ടങ്ങളാണ്. മുഴുവൻ ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പിലേക്കുള്ള വഴി ഇതാ, അതാണ് നമ്മുടെ ക്യാമ്പ്. അവിടെയാണ് ടെൻ്റ് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. അവിടെ ക്യാമ്പെത്തി വാ. ആ ഇங்கே இருக்கடா വാടാ. ശ്രീഹള്ളിയിലേക്കുള്ള വാ 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 വാ. സെറ്റ് ഇതാണ് നമ്മുടെ ക്യാമ്പ്. ടെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. ലെവലല്ലേ? ഒരു രക്ഷയില്ല. വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും ഇവിടെ. എൻ്റെ അളിയോ, ഇതെന്താണോ സംഭവം? നീ നേരത്തെ എടുത്തിയാ? ഹലോ ബ്രോ. ഡേവിഡ്. ഓക്കെ. സനൽ. മിഥുൻ. ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്, അടിപൊളി പ്ലേസ്. ഇതായത് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനൊരു ഹിൽ ടോപ്പിൽ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്ലേസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള സൺസെറ്റ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയും നേരം ഫോട്ടോ എടുപ്പും അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്യാമ്പിലേക്ക് ഇവിടെ തന്നെയാണ് ക്യാമ്പിലേക്ക് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള കാഴ്ചയും എക്സ്പീരിയൻസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ക്യാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും മൂന്നാറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യൂ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വേറെ ലെവലാണ്, അന്യായമാണ്. ഓക്കെ. നമ്മുടെ ടെൻ്റൊക്കെ ഇവിടെയാണ് അറേഞ്ച് ആക്കിയത്. ഇതാണ് വ്യൂ പോയിൻറ്റ്. ഇവിടെയാണ് ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഒരുപാട് ടെൻറ്റുകളുണ്ട്. അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് വന്ന് താമസിക്കാവുന്നതാണ്. പെർ ഹെഡ് 1300 റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ടെൻറ്റ് ചെയ്ത് ഇന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലം. ഫെയർ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടെൻറ്റുകളിൽ പോയി കിടന്നിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ്. ഇതാ മിഥുന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. തീരെ സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ തീ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങേണ്ട പരിപാടിയിലേക്ക് കിടക്കണം. നാളെ രാവിലെ 3:30, ഇപ്പോൾ സമയം 10:10 നാളെ രാവിലെ 3:30 കൊളുക്കുമല, ഇവിടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സെക്കൻഡ് പീക്കസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള കൊളുക്കുമലയിലേക്ക് നാളെ 3:30 പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫുൾ ഇരുട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
മൂന്നാറിലെ സൂര്യനെല്ലിയിലെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പ്ലീസ്